ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ലോക്സഭാംഗങ്ങളെ അയക്കുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. 48 സീറ്റുകളാണ് ഇവിടെ നിന്ന് ലോക്സഭയിലേക്കുള്ളത്. രാഷ്ട്രീയ ചതുരംഗ പലകയിൽ കരുനീക്കങ്ങൾ ഏറെ കണ്ട മഹാരാഷ്ട്ര രാജ്യത്തിന്റെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈ ഉൾപ്പെടുന്ന സംസ്ഥാനം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ രാഷ്ട്രീയ മാറ്റങ്ങളാണ് മഹാരാഷ്ട്രയിൽ കണ്ടത്. പാർട്ടികളുടെ പിളർപ്പും ഭരണമാറ്റങ്ങളും കുതികാൽ വെട്ടും കൊണ്ടുമെല്ലാം കലങ്ങി മറിഞ്ഞു കിടക്കുകയാണ് മഹാരാഷ്ട്രയിൽ. 5 ഘട്ടങ്ങളായാണ് മഹാരാഷ്ട്രയിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ആദ്യമായാണ് മഹാരാഷ്ട്രയിൽ 5 ഘട്ട തെരഞ്ഞെടുപ്പ്. ഇതിനെതിരെ വലിയ എതിർപ്പുമുണ്ട്. കേന്ദ്രസേനയുടെ ലഭ്യതയെ അടിസ്ഥാനമാക്കിയാണ് ഘട്ടങ്ങളുടെ ക്രമം തീരുമാനിച്ചതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു. ആ തീയതികൾ ഒന്ന് വേഗത്തിൽ പരിശോധിക്കാം. ആദ്യഘട്ടം ഏപ്രിൽ 19-നാണ്. 5 സീറ്റുകളിലാണ് ആദ്യഘട്ടത്തിലെ തിരഞ്ഞെടുപ്പ്. രണ്ടാം ഘട്ടം കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഏപ്രിൽ 26-ന് തന്നെയാണ്. 8 സീറ്റുകളിലേക്കാണ് രണ്ടാം ഘട്ടത്തിലെ തെരഞ്ഞെടുപ്പ്. മെയ് 7-നാണ് മൂന്നാം ഘട്ട വോട്ടെടുപ്പ്. 11 സീറ്റുകളിലേക്ക് മെയ് 7-ന് തെരഞ്ഞെടുപ്പ് നടത്തും. നാലാം ഘട്ടമാകട്ടെ മെയ് 13-നാണ്. 11 സീറ്റുകളിലാണ് നാലാം ഘട്ടത്തിലുള്ള വോട്ടെടുപ്പ്. അഞ്ചാം ഘട്ടം മെയ് 20-നാണ്. 13 സീറ്റുകളിലേക്കാണ് അവസാന ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ്. 2014-ൽ 3 ഘട്ടങ്ങളായും 2019-ൽ 4 ഘട്ടങ്ങളുമായിട്ടായിരുന്നു തെരഞ്ഞെടുപ്പ് എന്ന് കൂടി ഓർക്കേണ്ടതുണ്ട്. മഹാരാഷ്ട്ര സംസ്ഥാനത്തെ 6 ഭാഗങ്ങളായി വിഭജിക്കാം. മഹാരാഷ്ട്രയുടെ പൊളിറ്റിക്കൽ മാപ്പ് ഒന്ന് നമുക്ക് നോക്കാം. മറാഠ്വാഡ, വിദർഭ, മുംബൈ, കൊങ്കൺ, പടിഞ്ഞാറൻ മഹാരാഷ്ട്ര, വടക്കൻ മഹാരാഷ്ട്ര എന്നിവയാണ് 6 ഭാഗങ്ങൾ. 2019-ലെ ലോക്സഭയിലെ കണക്കനുസരിച്ചാണ് ഈ മാപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്. പടിഞ്ഞാറൻ മഹാരാഷ്ട്രയിൽ 11 സീറ്റാണ് ഉള്ളത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ NDA 8 സീറ്റും UPA 3 സീറ്റുമാണ് ഇവിടെ നേടിയത്. വിദർഭയിൽ 10 സീറ്റുകളാണുള്ളത്. NDA 8 സീറ്റും UPA 1 സീറ്റും മറ്റുള്ളവർ 1 സീറ്റുമാണ് നേടിയത്. മറാഠ്വാഡയിലാകട്ടെ BJPക്ക് വലിയ സ്വാധീനമുള്ള മേഖലയാണ്. 8 സീറ്റിൽ 7-ലും NDA ആണ് ജയിച്ചത്. കൊങ്കണിലും അതുതന്നെയാണ് സ്ഥിതി. 7 സീറ്റിൽ 6-ലും NDA ജയിച്ചു. 1 സീറ്റ് UPAക്ക് കിട്ടി. ഗ്രേറ്റർ മുംബൈയിൽ ആകെ 6 സീറ്റാണുള്ളത്. അത് 6ഉം തന്നെ NDA തൂത്തുവാരുന്നതാണ് 2019-ൽ കണ്ടത്. വടക്കൻ മഹാരാഷ്ട്രയിൽ 6 സീറ്റ്. അവിടെയും 6 സീറ്റും NDA നേടി. മഹാരാഷ്ട്ര സംസ്ഥാനത്തിന്റെ രൂപീകരണം മുതൽ അവിടെ കോൺഗ്രസിന്റെ ആധിപത്യമായിരുന്നു. വസന്ത് റാവു പാട്ടീൽ തുടങ്ങി എത്രയോ നേതാക്കൾ. 2 തവണയാണ് ശരത് പവാർ കോൺഗ്രസ് പിളർത്തിയത്. ആദ്യം കോൺഗ്രസ് എസ് ഉണ്ടാക്കി, പിന്നെ വീണ്ടും കോൺഗ്രസിലെത്തി. പിന്നീട് 99-ൽ സോണിയാഗാന്ധി പ്രസിഡന്റ് ആകുന്നതിനെ എതിർത്തുകൊണ്ട് NCP രൂപീകരിച്ചു. എന്നാൽ കോൺഗ്രസുമായി സഖ്യത്തിൽ ഏർപ്പെടുകയും ചെയ്തു. 4 പതിറ്റാണ്ടിലേറെ കാലമായി മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രബലനായ നേതാവാണ് ശരത് പവാർ. അദ്ദേഹത്തിന്റെ സ്ഥിരം മണ്ഡലമാണ് ബാരാമതി. അവിടെ കഴിഞ്ഞ തവണ വിജയിച്ചത് മകൾ സുപ്രിയ സുലെയാണ്. ഇത്തവണ അജിത് പവാർ പാർട്ടി പിളർത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ സുനിത പവാർ മത്സരിക്കുമെന്ന സൂചനയുമുണ്ട്. എങ്കിലത് ഫലത്തിൽ ശരത് പവാറിന്റെ രാഷ്ട്രീയ പിൻഗാമിക്ക് വേണ്ടിയുള്ള മത്സരമായി മാറാനും സാധ്യതയുണ്ട്. കോൺഗ്രസിന് ആധിപത്യമുണ്ടായിരുന്ന സംസ്ഥാനം BJP പിടിച്ചെടുക്കുന്നതാണ് ഓരോ തെരഞ്ഞെടുപ്പിലെയും കണക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാനാകുന്നത്. കണക്കുകൾ നോക്കാം. 2009-ൽ 19.6% വോട്ട് നേടിയ കോൺഗ്രസ് 17 സീറ്റ് നേടി. ശിവസേന അന്ന് 17% വോട്ടാണ് പിടിച്ചത്. 11 സീറ്റുകളിൽ വിജയിക്കുകയും ചെയ്തു. BJPക്ക് 18.2% വോട്ട് പിടിക്കാനായി 9 സീറ്റാണ് അന്ന് BJPക്ക് കിട്ടിയത്. NCP 19.3% വോട്ട് പിടിച്ച് 8 സീറ്റുകളിൽ ജയിച്ചു. സ്വതന്ത്രരും സ്വാഭിമാനിയും ഓരോ സീറ്റ് വീതം നേടി. 2014-ൽ BJP വലിയ മുന്നേറ്റമുണ്ടാക്കി. അത് നോക്കാം. 27.6% വോട്ട് പിടിക്കാനാണ് അന്ന് BJPക്കായത്. സീറ്റ് നില 23-ലേക്ക് ഉയർത്തുകയും ചെയ്തു. ശിവസേന 20.8% വോട്ട് പിടിച്ച് 18 സീറ്റുകളിൽ ജയിച്ചു. NCPക്കാകട്ടെ 16.1% വോട്ടാണ് കിട്ടിയത്. 4 സീറ്റുകളിൽ ജയിക്കുകയും ചെയ്തു. അതായത് സീറ്റ് നില നേർപകുതിയായി കുറഞ്ഞു. കോൺഗ്രസ് തകർന്നടിയുന്നതാണ് കണ്ടത്. 2014-ൽ വെറും 2 സീറ്റിലൊതുക്കി കോൺഗ്രസ്. വോട്ട് ശതമാനമാകട്ടെ 18.3% കുറഞ്ഞു. സ്വാഭിമാനി 1 സീറ്റ് നിലനിർത്തി. 2019-ൽ 2014-ലേതിന് സമാനമായി ഏതാണ്ട് സാഹചര്യങ്ങളുണ്ട്. 27.8% വോട്ട് നേടിയ BJP 23 സീറ്റ് തന്നെയാണ് പിടിച്ചത്. ശിവസേന 23.5% വോട്ട് പിടിച്ചു. 18 സീറ്റുകളിൽ തന്നെ ജയിച്ചു. NCP ആകട്ടെ 15.7% 4 സീറ്റ് നിലനിർത്തി. കോൺഗ്രസിന് 1 സീറ്റിലാണ് ജയിക്കാനായത്.
AIMIM ഒരു സീറ്റ് നേടിയിട്ടുണ്ട്. അതായത് BJPയും ശിവസേനയും ചേർന്ന് NDA തൂത്തുവാരി 2019 മഹാരാഷ്ട്ര. മുതിർന്ന മാധ്യമപ്രവർത്തകൻ സിബി സത്യനുണ്ട് വിശകലനവുമായി. സിബി, ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറെ നിർണായകമാണ് മഹാരാഷ്ട്ര. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മഹാരാഷ്ട്രയിൽ ആർക്കായിരിക്കും മുൻതൂക്കമെന്നാണ് കരുതുന്നത്? വളരെ സങ്കീർണമായൊരു രാഷ്ട്രീയ സ്ഥിതിഗതിയാണ് മഹാരാഷ്ട്രയിൽ ഇപ്പോൾ നിലവിലുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മഹാരാഷ്ട്രയിൽ വന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ സ്ഥിതിഗതികളെ തന്നെ നിയന്ത്രിക്കത്തക്ക തരത്തിലുള്ളതായിരുന്നു. അതായത് പാരമ്പര്യ അലയൻസായ ശിവസേനയും BJPയും തമ്മിൽ വഴിപിരിഞ്ഞ് തികച്ചും അപ്രതീക്ഷിതമായൊരു കൂട്ടുകെട്ടിലൂടെ, അതായത് കോൺഗ്രസ് NCP സഖ്യത്തിനൊപ്പം ശിവസേന കൂട്ടുകൂടിക്കൊണ്ട് മഹാവികാസ് അഘാഡി എന്ന് പറയുന്ന സഖ്യം നിലവിൽ വരികയും അത് ഉദ്ധവ് താക്കറെയെ മുഖ്യമന്ത്രിയെ അവരോധിച്ച് ബാക്കി ഇരു പാർട്ടികളും പിന്നിൽ നിന്ന് പിന്താങ്ങുകയും ചെയ്യുന്ന ഒരു അവസ്ഥ മഹാരാഷ്ട്രയിലുണ്ടായി. BJPക്ക് കനത്ത തിരിച്ചടിയായി പോയൊരു സംഭവമായിരുന്നു അത്. അതിന് BJPയുടെ പ്രതികാരം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് 2 വർഷം കഴിഞ്ഞ 2.5 വർഷം തികഞ്ഞ സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് ഉദ്ധവ് താക്കറെയുടെ സർക്കാരിനെ ശിവസേനയെ നെടുകെ പിളർത്തി ഏകനാഥ് ഷിൻഡെ ഉപയോഗിച്ച്, അതായത് ഉദ്ധവ് താക്കറെയുടെ വളരെ വിശ്വസ്തനായിരുന്ന ഏകനാഥ് ഷിൻഡെ ഉപയോഗിച്ച് ശിവസേനയെ നെടുകെ പിളർത്തി ഭരണം പിടിച്ചെടുത്താണ് BJP ആദ്യത്തെ തിരിച്ചടി കൊടുത്തത്. രണ്ടാമത്തെ തിരിച്ചടി NCPയിലായിരുന്നു. കാരണം 2019 തെരഞ്ഞെടുപ്പിൽ BJP ഈസിയായി കൈവീശി ജയിക്കുമെന്ന് വിചാരിച്ചിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് അതിശക്തമായ ഒരു പ്രതിരോധത്തിലൂടെ എതിർപക്ഷത്തിന് അനുകൂലമാക്കിയെടുത്ത, അല്ലെങ്കിൽ ശക്തമായൊരു മത്സരം കാഴ്ചവെച്ചത് ശരത് പവാറിൻ്റെ നേതൃത്വത്തിലായിരുന്നു. ശരത് പവാറിനെ തറപറ്റിക്കുക എന്ന BJPയുടെ ഉദ്ദേശമാണ് രണ്ടാമത് ശരിയായത്. സ്വന്തം അനന്തരവനായ അജിത് പവാറിനെ ഉപയോഗിച്ച് തന്നെ NCPയെയും നെടുകെ പിളർത്തി BJP അതിൻ്റെ കഴിവ് തെളിയിച്ചു. പക്ഷേ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം നടന്ന ഇന്ത്യ ടുഡേ സർവേയിൽ പോലും മൊത്തം 48 സീറ്റിൽ 28 സീറ്റ് ഈ മഹാവികാസ് അഘാഡി സഖ്യം നേടും എന്നാണ് വന്നത്. അതോടെ വീണ്ടും BJP പരിഭ്രാന്തരായി. അതേ തുടർന്ന് കോൺഗ്രസിൻ്റെ സമുന്നത നേതാക്കളുടെ ഒരാളും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന അശോക് ചവാനെ പിളർത്തി സ്വന്തം പാളയത്തിലെത്തിച്ചിട്ടാണ് ഇപ്പോൾ അവസാന കരുനീക്കം BJP നടത്തിയിരിക്കുന്നത്. ഇതിന് ശേഷമുള്ള അഭിപ്രായ സർവേകളൊന്നും വന്നിട്ടില്ല. പക്ഷേ അതിശക്തമായ രാഷ്ട്രീയ പോരാട്ടമാണ് അവിടെ നടക്കുക. കാരണം BJP പാളയത്തിലും സ്ഥിതിഗതികൾ അത്ര ശാന്തമല്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ 32 സീറ്റാണ് BJP ലക്ഷ്യമിടുന്നത്. 12 സീറ്റ് ഏകനാഥ് ഷിൻഡെ വിഭാഗം ശിവസേനയ്ക്കും ഏതാണ്ട് 4 സീറ്റ് NCP അജിത് പവാർ വിഭാഗത്തിനുമാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. പക്ഷേ അവർ കൂടുതൽ സീറ്റ് വേണമെന്നുള്ള പിടിവാശിയിലാണ്. അതുകൂടാതെ രാജ് താക്കറയെ കൂടി പാളയത്തിലെത്തിക്കാനുള്ള ഒരു ശ്രമം BJP നടത്തുന്നുണ്ട്. രാജ് താക്കറെ 3 സീറ്റുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ 3 സീറ്റുകൾ ഒന്നുകിൽ NCPയുടെയോ അല്ലെങ്കിൽ ശിവസേനയ്ക്കോ നിലവിൽ വാഗ്ദാനം ചെയ്തിരിക്കുന്ന കോട്ടയിൽ നിന്നായിരിക്കും പോവുക. അപ്പോൾ ഇതിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് വളരെ നിർണായകമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയും ഈ തെരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റുകൾ നേടുക എന്ന് പറയുന്ന BJP തന്ത്രം അവർക്ക് എങ്ങനെയും സാധ്യമായേ പറ്റൂ. കാരണം മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ തവണ 41 സീറ്റാണ് BJP സഖ്യം നേടിയത്. അന്ന് ശിവസേന BJPക്കൊപ്പമായിരുന്നു. ആ 41 സീറ്റുകൾ 48-ൽ 41 സീറ്റുകൾ വാങ്ങിച്ച് വൻ വിജയം വാങ്ങിച്ച ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിലവിലെ അവസ്ഥയിൽ ഏതാണ്ട് 10ഓളം സീറ്റുകൾ നഷ്ടപ്പെടുമെന്ന അവസാന അഭിപ്രായ സർവേകൾ പറയുമ്പോൾ BJP ശരിക്കും ആശങ്കാകുലരാണ്. അതുപോലെ തന്നെ കോൺഗ്രസ് പാളയത്തിലും കാര്യങ്ങൾ അത്ര ശുഭകരമല്ല. കാരണം കൂടുതൽ നേതാക്കന്മാർ പൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. EDയെ ഉപയോഗിച്ച്, അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച്. കാരണം ഇവരുടെ എല്ലാം പേരുകൾ ഏതെങ്കിലും ഒന്നല്ലെങ്കിൽ മറ്റൊരു സ്കാമിൽ വളരെ കൃത്യമായിട്ടുണ്ട്. അപ്പം ഈ കേരളത്തിലെ രാഷ്ട്രീയം പോലെയല്ല ഉത്തരേന്ത്യൻ രാഷ്ട്രീയം. ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു നേതാവ് പോകുമ്പോൾ അതിൻ്റെ കൂടെ ഒരു മണ്ഡലം, ഒരു ജനത അല്ലെങ്കിൽ ഒരു വലിയ അനുയായി വൃന്ദം മൊത്തം അപ്പുറത്തേക്ക് പോവുകയാണ്. അവർ വളരെ കൃത്യമായ ഏതെങ്കിലും കാഴ്ചപ്പാടുകളിലോ ഐഡിയോളജികളിലോ വിശ്വസിക്കുന്നില്ല. അവർ കൂട്ടത്തോടെ തൽക്കാല രക്ഷ നോക്കി പാർട്ടി മാറിപ്പോകുന്ന ഒരു സിറ്റുവേഷനാണ് നിലവിൽ ഉത്തരേന്ത്യയിലുള്ളത്. അതിൻ്റെ തുടർച്ചയാണ് മഹാരാഷ്ട്രയിൽ നടക്കുന്നത്. അപ്പോൾ മഹാരാഷ്ട്രയിലെ ഓരോ ഭാഗങ്ങളിലും നേതാക്കന്മാർ മാറിപ്പോകുമ്പോൾ അതിൻ്റെ കൂടെ ഒരു സീറ്റ്, ഒന്നോ അതിലധികമോ സീറ്റുകളും കുറേയധികം അണികളും ഒപ്പം പോകുന്ന ഒരു കാഴ്ചയാണ്. അപ്പം വളരെ ഭയങ്കരമായൊരു മത്സരമാണ് മഹാരാഷ്ട്രയിൽ ഇക്കുറി കാത്തിരിക്കുന്നത്. സിബി, തിരിച്ചെത്താം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം രാഷ്ട്രീയ മാറ്റം വലിയ രീതിയിലുണ്ടായ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. BJPയുടെ എക്കാലത്തെയും അടുത്ത സഖ്യകക്ഷിയായിരുന്ന ശിവസേന NDA വിട്ടതായിരുന്നു അത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശിവസേനയും BJPയും പതിവ് പോലെ ഒന്നിച്ചു മത്സരിക്കുന്നു, വിജയിക്കുന്നു. അന്നത്തെ കക്ഷിനില നോക്കിയാൽ ആകെ 288 സീറ്റിൽ 145 സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടിയിരുന്നത്. BJP 105ഉം ശിവസേന 56 സീറ്റുകളിൽ വിജയിച്ചു. NCP 54ഉം കോൺഗ്രസിന് 44ഉം. മറ്റുള്ളവർക്ക് 22 സീറ്റുകളാണ് അന്ന് ലഭിച്ചത്. മുഖ്യമന്ത്രി സ്ഥാനം വേണമെന്ന ശിവസേനയുടെ ആവശ്യം BJP തള്ളിയതോടെയാണ് സഖ്യം തെറ്റിപ്പിരിഞ്ഞത്. അതിനുശേഷമാണ് വിചിത്രമെന്ന് തോന്നാവുന്ന ഒരു മുന്നണി രൂപപ്പെട്ടത്, മഹാവികാസ് അഘാഡി.
ശിവസേനയും NCPയും കോൺഗ്രസും ചേർന്ന് സർക്കാർ ഉണ്ടാക്കുന്നു. ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയാകുന്നു. എന്നാൽ 2.5 വർഷത്തിനു ശേഷം ശിവസേനയിൽ പിളർപ്പുണ്ടാകുന്നു. ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിൽ വലിയ വിഭാഗം BJPയുമായി ചേർന്നു. അവരുടെ പാർട്ടിക്ക് അംഗീകാരം കിട്ടുകയും ചെയ്തു. ഇതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം. ശിവസേനയിൽ പിളർപ്പുണ്ടായി. കുറച്ചു കഴിഞ്ഞ് ശരത് പവാറിന്റെ NCPയും പിളരുകയായിരുന്നു. അജിത് പവാർ BJPക്കൊപ്പം ചേർന്നു. അല്പം ചരിത്രം കൂടി നോക്കിയാൽ ശിവസേന നേരത്തെയും പിളർന്നതാണ്. സ്ഥാപകൻ ബാൽ താക്കറെയുടെ പിൻഗാമി മരുമകൻ രാജ് താക്കറെയാണോ അതോ മകൻ ഉദ്ധവ് താക്കറെയാണോ എന്നതിനെ ചൊല്ലി. പിന്നീട് രാജ് താക്കറെ പാർട്ടിയിൽ നിന്ന് വിട്ട് മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന രൂപീകരിക്കുകയായിരുന്നു. ഹിന്ദുത്വയോടൊപ്പം മഹാരാഷ്ട്രയുടെ മക്കൾവാദവും ഉയർത്തിയാണ് ശിവസേന മഹാരാഷ്ട്രയിൽ സ്വാധീനമുറപ്പിച്ചത്. പറഞ്ഞു വന്നത് 2019 ശിവസേനയോ NCPയോ അല്ല 2024 എത്തുമ്പോൾ എന്നുള്ളതാണ്. 2 പാർട്ടികളും പിളർന്നിരിക്കുന്നു. 2019 മുന്നണി സീറ്റ് നില എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. NDAയിൽ BJP 25, ശിവസേന 23. ഇനി UPയുടെ കാര്യം നോക്കിയാലാകട്ടെ, കോൺഗ്രസ് 25, NCP 19, സ്വാഭിമാനി പാർട്ടി 2, ബഹുജൻ വികാസ് അഘാഡി 1, സ്വതന്ത്രർ 1. NDAയിൽ BJPക്കൊപ്പം ശിവസേന ഏക്നാഥ് ഷിൻഡെ വിഭാഗം ഉറച്ചു നിൽക്കുന്നു. NCP അജിത് പവാർ പക്ഷവുമുണ്ട്. 29 സീറ്റുകളിലെങ്കിലും BJP മത്സരിക്കും. MNS മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയുമായും ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. ഇന്ത്യ മുന്നണിയും വലിയ പ്രതീക്ഷയിലാണ്. ഉദ്ധവ് താക്കറെ മുന്നിൽ നിന്ന് നയിക്കുന്നു. ശിവസേന ഉദ്ധവ് പക്ഷം, കോൺഗ്രസ്, NCP, ശരത് പവാർ പക്ഷവും കൂടി ചേരുമ്പോൾ പരമാവധി സീറ്റുകൾ ഉറപ്പിക്കുകയാണ് ലക്ഷ്യം. ശിവസേന 21 സീറ്റിലും കോൺഗ്രസ് 17 സീറ്റിലും NCP 10 സീറ്റിലും മത്സരിക്കുമെന്നാണ് ധാരണ. വഞ്ചിത് ബഹുജൻ അഘാഡിയുമായുള്ള ചർച്ചകളും ഒരു വശത്ത് നടക്കും. പിളർപ്പിന്റെ ഗുണഭോക്താക്കൾ BJPയാണ്. അതുകൊണ്ട് തന്നെ ഉദ്ധവ് താക്കറേക്കും ശരത് പവാറിനും സ്വാധീനം തെളിയിക്കാനുള്ള അവസരമാണ് വരുന്ന തിരഞ്ഞെടുപ്പ്. ഒരുപക്ഷെ അവരുടെ രാഷ്ട്രീയ നിലനിൽപ്പ് തന്നെ ഇതിലൂടെ നിർണ്ണയിക്കപ്പെടും. സിബി സത്യൻ തുടരുന്നുണ്ട്. സിബി, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ രാഷ്ട്രീയ മാറ്റമാണല്ലോ കണ്ടത്. ശിവസേനയിലെയും NCPയിലെയും പിളർപ്പ്, അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുക? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശിവസേന പിളർന്നു എന്ന് പറയുന്നത് അതിഭയങ്കരമായ ഒരു രാഷ്ട്രീയ നീക്കമായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ 3-2 ഭൂരിപക്ഷത്തോടെ MLAമാരെ സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കാനും MP മാരെ കൂടെ നിർത്താനും ശിവസേനയുടെ വിമത വിഭാഗത്തിനായി അതിനെ തടയാനൊരു കാരണവശാലും ഉദ്ധവ് താക്കറെയുടെ പാർട്ടിക്ക് കഴിഞ്ഞില്ല എന്നത് സത്യമാണ്. പക്ഷേ അത് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നിലവിൽ ഉദ്ധവ് താക്കറെക്കൊപ്പമാണ് ജനം. NCPയിൽ പിളർന്നു, പക്ഷേ ശരത് പവാറിനൊപ്പമാണ് ജനം. ഇങ്ങനൊരു ഫീലിംഗ് മൊത്തത്തിലുണ്ട്. കാരണം ബാൽ താക്കറെയുടെ ചരിത്രം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബാൽ താക്കറെ പണ്ട് മലയാളികളെ അടിച്ചു, മദ്രാസികളെ അടിച്ചു എന്നൊക്കെ പറയുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ വായിക്കേണ്ട മറ്റൊന്ന്, മഹാരാഷ്ട്രീയൻ്റെ സ്വത്വബോധം ഉണർത്തിയെടുത്ത രാഷ്ട്രീയ സംഘടനയാണ് ശിവസേന. കാരണം സ്വന്തം നാട്ടിൽ അന്യവൽക്കരിക്കപ്പെട്ടു പോകുമായിരുന്ന ഒരു സമൂഹത്തിന് പിടിച്ചു നിൽക്കലിൻ്റെ അവസാനത്തെ ചെറുത്തു നിൽക്കലിൻ്റെ അവസാനത്തെ ശക്തി പകർന്നു കൊടുത്തത് ബാൽ താക്കറെയുടെ പാർട്ടിയായിരുന്നു എന്നുള്ളത് നമുക്ക് മറക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം, നമുക്കെല്ലാം പോകാനൊരു വീടുണ്ട്. ഇപ്പം ബോംബെയിൽ താമസിക്കുന്ന ഒരു മലയാളിക്ക് നാട്ടിലൊരു വീടുണ്ട്. പക്ഷേ ബോംബെയിൽ താമസിക്കുന്ന ഒരു മഹാരാഷ്ട്രീയന് വേറൊരു വീടില്ല, വേറെ പോകാനൊരു ഇടമില്ല. അപ്പോൾ അവിടെ ന്യൂനപക്ഷമായിക്കൊണ്ടിരിക്കുകയായിരുന്നു അവർ. ഗുജറാത്തികൾ, അതായത് സമ്പത്തിൻ്റെ 3/4 ഭാഗവും ഗുജറാത്തികളും മാർവാടികളും ചേർന്ന് കൈയടക്കി. ബാക്കിയുള്ള ഈ പറഞ്ഞ അടിസ്ഥാന സർക്കാർ തൊഴിലുകൾ ഒരു കാലത്ത് മലയാളികൾ കൈയടക്കി. അതിനുശേഷം അടിസ്ഥാന തൊഴിലുകൾ ഉത്തരേന്ത്യയിൽ നിന്ന് വന്നവർ കൈയടക്കി. മഹാരാഷ്ട്രീയർക്ക് തൊഴിലും പാർപ്പിടവും ഒന്നുമില്ലാതെ, പണവുമില്ലാതെ ഒരവസ്ഥ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അതിശക്തമായിട്ട് ബാൽ താക്കറയുടെ നേതൃത്വത്തിൽ ഒരു മഹാരാഷ്ട്രീയൻ സ്വത്വബോധ രാഷ്ട്രീയം, ഒരു സ്വത്വ രാഷ്ട്രീയം ആദ്യമായിട്ട് മഹാരാഷ്ട്രയിൽ രൂപപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു നന്ദി, അതിൻ്റെ ഒരു സ്നേഹം, ആ സ്വത്വബോധത്തിൻ്റെ ഒരു ബാക്കി ഇപ്പോഴും മഹാരാഷ്ട്രീയൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശിവസേനയിൽ ഉദ്ധവ് താക്കറെയ്ക്ക് അനുകൂലമായിട്ടാണ് പൊതുവെ ജനങ്ങളുടെ മനസ്സ് ചിന്തിക്കുന്നത് എന്നാണ് കരുതുന്നത്. പിന്നെ ശരത് പവാറിനെ നമുക്കറിയാം, മഹാരാഷ്ട്രയിലെ അതികായൻ എന്ന് തന്നെ വിളിക്കാവുന്ന 36-ാമത്തെ വയസ്സിൽ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയാവാൻ കഴിഞ്ഞ രാഷ്ട്രീയ തന്ത്രജ്ഞൻ എന്ന് വിളിക്കാവുന്ന ഒരാളാണ് ശരത് പവാർ. അപ്പോൾ ശരത് പവാറിൻ്റെ രാഷ്ട്രീയ നീക്കങ്ങൾ ആർക്കും തിരിച്ചറിയാൻ പറ്റാത്ത, അല്ലെങ്കിൽ ആർക്കും അത്ര നിഗൂഢവും സങ്കീർണവുമായ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് പേരുകേട്ടയാളാണ് ശരത് പവാർ. തൻ്റെ 83-ാം വയസ്സിൽ ക്യാൻസർ ബാധിതനായിട്ട് ഉറച്ചു നിന്ന് പൊരുതുന്ന മറ്റൊരു പോരാളി ഇല്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. കാരണം ശരത് പവാറിൻ്റെ കൈവിരലിലൂടെയാണ് മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം തന്നെ കഴിഞ്ഞ എത്രയോ ദശാബ്ദങ്ങളായി എഴുതപ്പെടുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ അതിശക്തമായൊരു മത്സരത്തിൻ്റെ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ പ്രത്യേകിച്ച് ഈ സീറ്റ് ചർച്ചകൾ എടുത്തു നോക്കുമ്പോൾ നിലവിൽ കോൺഗ്രസ് മഹാവികാസ് അഘാഡിയുടെ സഖ്യ ചർച്ചകൾ വളരെ വളരെ പുരോഗമിക്കുന്നുണ്ട്. നിലവിലെ അവസ്ഥയനുസരിച്ച് ഏതാണ്ട് 20 സീറ്റ് ഉദ്ധവ് താക്കറെയുടെ ശിവസേനയ്ക്കും 18 കോൺഗ്രസിനും
10 സീറ്റുകൾ NCPക്ക് ആയിരിക്കുമെന്നാണ് ഏകദേശ കണക്ക്. എന്നാൽ പ്രകാശ് അംബേദ്കറുടെ വഞ്ചിത് ബഹുജൻ പാർട്ടിക്ക് 7 സീറ്റ് വേണമെന്ന് ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. 4 സീറ്റ് വരെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനകത്ത് അവരവസാനം ഇത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും സീറ്റ് നിലയിൽ അല്പം മാറ്റം ഉണ്ടായേക്കാം. പക്ഷേ അത് അവരും കൂടി വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ മഹാരാഷ്ട്രയിലെ വൻതോതിലുള്ള ദളിത് വിഭാഗത്തിൻ്റെ വോട്ട് ബാങ്ക് കൂടി മെഗാവികാസ് അഘാഡിക്ക് സ്വന്തമാക്കും. അതെങ്ങനെയും ഒഴിവാക്കാനാണ് BJP ശ്രമം നടക്കുന്നത്. അപ്പോൾ ഇത് വളരെ വളരെ രസകരവും വളരെ സങ്കീർണവുമായി മാറിക്കൊണ്ടിരിക്കുകയാണ് മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയം നിലവിൽ. രാഹുൽ ഗാന്ധിയുടെ ന്യായയാത്രയുടെ സമാപനം നമ്മൾ കണ്ടതാണല്ലോ. യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണിയുടെ ശക്തി പ്രകടനമായി തന്നെ അത് മാറിയിരുന്നു. മുൻനിരയിൽ നിന്നത് ഉദ്ധവ് താക്കറെയാണ്. ഉദ്ധവ് താക്കറെയോട് വലിയ രൂപത്തിൽ സഹതാപ തരംഗമുണ്ട് മഹാരാഷ്ട്രക്കാർക്ക് എന്നൊരു വിവരവും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ മുന്നണിക്ക് മഹാരാഷ്ട്രയിൽ എത്രത്തോളം മുന്നേറ്റമുണ്ടാക്കാനാകും? ഇന്ത്യ മുന്നണി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബേസിക്കലി മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡി എന്ന പേരിലാണ് അവർ മത്സരിക്കുന്നത്. ഇന്ത്യ മുന്നണിയിൽ ഉദാഹരണമായിട്ട് CPM പോലുള്ള ഘടകകക്ഷികൾ അവർ അവസാന സമാപന സമ്മേളനത്തിൽ ഉണ്ടായിരുന്നില്ല എന്നത് വേറെ കാര്യം. പക്ഷേ എന്നാലും അവർക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഇന്ത്യ മുന്നണി എന്ന പേരിൽ ഒരു സീറ്റ് കിട്ടാനുള്ള സാധ്യതയില്ല. കാരണം ഒരു പാർലമെൻറ്റ് സീറ്റിലേക്ക് മത്സരിക്കാനോ വിജയിക്കാനോ ഉള്ള ശേഷി തൽക്കാലം ഇടത് പാർട്ടികൾക്ക് മഹാരാഷ്ട്രയിലില്ല. അതുപോലെ തന്നെ സമാജ്വാദി പാർട്ടി ആയാലും തൃണമൂൽ കോൺഗ്രസ് ആയാലും അല്ലെങ്കിൽ AAP ആയാലും ഇവർക്ക് എന്തെങ്കിലും തരത്തിൽ ഒരു സീറ്റ് കിട്ടാനുള്ള ശേഷി തൽക്കാലം മഹാരാഷ്ട്രയിൽ ഇല്ലാത്തത് കാരണം മഹാവികാസ് അഘാഡി എന്ന് പറയുന്ന സഖ്യം, അതായത് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം, NCP ശരത് പവാർ വിഭാഗം, കോൺഗ്രസ്, ഇവർ 3 പേരും കൂടിയും പിന്നെ അധികമായിട്ട് അതിൽ ചേരാൻ സാധ്യതയുള്ളത് വഞ്ചിത് ബഹുജൻ പാർട്ടി എന്ന് പറയുന്ന പ്രകാശ് അംബേദ്കറുടെ പാർട്ടിയാണ്. പിന്നെ അതുപോലെ തന്നെ രാജീവ് ഷെട്ടിയുടെ സ്വാഭിമാൻ ഷെത്കാരി സംഘടന എന്ന് പറയുന്നൊരു പാർട്ടിയുണ്ട്. അത് കോലാപൂർ അടക്കമുള്ള പ്രദേശങ്ങളിൽ 1-2 ശക്തി കേന്ദ്രങ്ങളാണ്. അതിനകത്ത് ഒരു സീറ്റ് നിലവിലെ പാർട്ടി തന്നെ ഒരു സീറ്റ് അവരുടെ കോട്ടയിൽ നിന്ന് കൊടുക്കും എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ആ തരത്തിൽ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഈ മഹാവികാസ് അഘാഡി, ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ മഹാവികാസ് അഘാഡി വളരെ ശക്തമായ നിലയിലാണ് തൽക്കാലം നിൽക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സീറ്റ് ചർച്ചകൾ അതിവേഗം പൂർത്തിയാക്കാൻ കഴിഞ്ഞു. ഏറെക്കുറെ ഒരു തരത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇത്ര സീറ്റുകൾ വീതം പങ്കിടാമെന്ന്. ഇതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. കാരണം എന്ന് പറയുന്ന മഹാരാഷ്ട്രീയൻ്റെ അടിസ്ഥാനപരമായ മറാത്ത വികാരം എന്ന് പറയുന്ന പ്രൈഡാണ്. വളരെ അഭിമാനബോധവും വളരെ ഈഗോയും ഉള്ള ആൾക്കാരാണ് അവർ. അപ്പോൾ അവരെയൊക്കെ ഒരു മേശയ്ക്ക് ചുറ്റുമിരുത്തിക്കൊണ്ട് സമാധാനപരമായി ഒരു ചർച്ച ഒരു കൺക്ലൂഷനിൽ എത്തിക്കുക എന്ന് പറയുന്നത് തന്നെ നല്ല പ്രയാസമുള്ള സംഭവമാണ്. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള രമേശ് ചെന്നിത്തല ആണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ചുമതലക്കാരനായിട്ട് മഹാരാഷ്ട്രയിലുള്ള. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും ഈ നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഓടി നടന്നുള്ളൊരു പ്രവർത്തനം, കാരണം മുൻകാലങ്ങളിൽ ഒബ്സർവർ ചെയ്യാത്തതുപോലെ കേരളത്തിൽ നടക്കുന്നത് പോലുള്ള രാഷ്ട്രീയ പ്രവർത്തനം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഭാഷ അറിയാവുന്നതും കുറേയധികം പ്രയോജനപ്പെട്ടിട്ടുണ്ട് ഇക്കാര്യത്തിൽ. അപ്പം അങ്ങനെ എല്ലാ തരത്തിലും മഹാവികാസ് അഘാഡി 1ാം ഘട്ടത്തിൽ മുന്നിലാണ് എന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കും. മഹാരാഷ്ട്രയിലെ മതവിഭാഗങ്ങളൊന്ന് പരിശോധിച്ചാൽ ഹിന്ദു വിഭാഗം 79.83%, മുസ്ലിം വിഭാഗമാകട്ടെ 11.54%. ബുദ്ധമതവുമുണ്ട്. ബുദ്ധമതക്കാർ 5.81% ഉള്ളത്. ജൈനമതവുമുണ്ട്, 1.25%. ദീർഘകാലമായി മഹാരാഷ്ട്ര രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ സംഭവങ്ങളായിരുന്നു മറാഠ സവർണത്തെ ചുറ്റിപ്പറ്റി അരങ്ങേറിയത്. ഇതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും നടന്നിരുന്നു. സംസ്ഥാനത്തെ ജനസംഖ്യയിൽ 25%-ഓളം മറാഠ വിഭാഗമാണ്. പിന്നാക്ക വിഭാഗം അല്ലെങ്കിൽ OBC വിഭാഗമുള്ളത് 52%. മറാഠകൾ നേരത്തെ പ്രധാനമായും കോൺഗ്രസിനെയും NCPയെയും പിന്തുണയ്ക്കുന്നവരായാണ് കരുതപ്പെട്ടത്. OBCയുടെ പിന്തുണ BJPക്കുമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ കണക്കുകൾ നോക്കിയാൽ മറാഠ വിഭാഗം 25%, മഹർ 15%, ധൻഗർ ആകട്ടെ 12%, ആദിവാസി 10%, കുംബി 8%, മാലി 4%, ബ്രാഹ്മണൻ 4%, വഞ്ചാരി 3%, തെലി 2%. നേരത്തെ മറാഠ സംവരണം ഏർപ്പെടുത്തിയത് കോടതി ഇടപെട്ട് തടയുകയായിരുന്നു. OBC വിഭാഗവും സംവരണത്തെ എതിർത്തിരുന്നു. എന്നാൽ ഏക്നാഥ് ഷിൻഡെ സർക്കാർ 1 മാസം മുമ്പ് മറാഠ വിഭാഗത്തിന് 10% സംവരണം ഏർപ്പെടുത്തി ഉത്തരവിട്ടു. മുസ്ലിം സംവരണം കൊണ്ടുവരണമെന്ന സമാജ്വാദി പാർട്ടിയുടെ ആവശ്യം നിലനിൽക്കെയാണ് ഏകകണ്ഠമായി മറാഠ സംവരണ ബിൽ സഭ പാസാക്കിയത്. വിദ്യാഭ്യാസ മേഖലയിലും ജോലികളിലും മറാഠ സമുദായങ്ങൾ ഉൾപ്പെട്ടവർക്ക് 10% സംവരണം വ്യവസ്ഥ ചെയ്യുകയാണ്. ഇതിനെതിരായ ഹർജി ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ്. സിബി സത്യനിലേക്ക് വീണ്ടും. സിബി, ഇപ്പോൾ ഏറെക്കാലമായി മഹാരാഷ്ട്രയിലെ പ്രധാന വിഷയമായിരുന്നല്ലോ ഈ മറാഠ സംവരണം. ഷിൻഡെ സർക്കാർ സംവരണം ഏർപ്പെടുത്തി വലിയൊരു നീക്കം തന്നെ തെരഞ്ഞെടുപ്പ് മുൻപിൽ നടത്തിയിരിക്കുകയാണ്. ആർക്കാണ് ഇതിന്റെ ഗുണം ലഭിക്കുക? പ്രത്യേകിച്ച് ശിവസേനയ്ക്ക് ഈ വിഷയത്തിലുള്ള
നിലപാട് ഉദ്ധവ് താക്കറെക്കായാലും സംവരണം നൽകുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ഈ സമീപനത്തിൽ നിലപാടിൽ ആർക്കാണ് വോട്ട് വീഴുക? മറാഠകൾ ആ സംവരണം ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. മറാഠകളുടെ സംവരണത്തിന് വേണ്ടിയുള്ള സമരത്തിന് കുറേ കാലത്തെ പഴക്കമുണ്ട്. പക്ഷേ നിലവിൽ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം മൊത്തം സംവരണം 50% കവിയാൻ പാടില്ല എന്ന ഒരു നിയമം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെയും ഇവരുടെ ഇത്തരത്തിലുള്ളൊരു സംവിധാനം അവർ പ്രഖ്യാപിച്ചിരുന്നു. ഇതുപോലെ സംവരണം പ്രഖ്യാപിക്കുകയും എന്നാൽ സുപ്രീം കോടതിയിൽ ആ കേസ് തള്ളപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ നിലവിൽ അവരുടെ ആവശ്യം തന്നെ മറാത്തകൾക്ക് പ്രത്യേക സംവരണം ഏർപ്പെടുത്തുന്നതിനേക്കാൾ ഉപരിയായിട്ട് കുൻബി എന്ന് പറയുന്ന ഒരു OBC വിഭാഗമുണ്ട്. ആ OBC വിഭാഗത്തിലേക്ക് മറാത്തകളെ ആഡ് ചെയ്തിട്ട്, അതായത് നിസാമിൻ്റെ കാലത്തുണ്ടായിരുന്ന സർട്ടിഫിക്കറ്റുള്ള കുറേ മറാഠകളുണ്ട്, അവരെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ആ വിഭാഗത്തിൻ്റെ സംവരണത്തിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് മറാത്തകളുടെ ആവശ്യം. കാരണം ബാക്കി എല്ലാ തരത്തിലുള്ള ഈ ബില്ല് പാസ്സാക്കിയാലും, നിയമസഭാ ബില്ല് പാസ്സാക്കിയാലും അല്ലെങ്കിൽ ഓർഡിനൻസ് ഇറക്കിയാലും ഇതിനൊന്നും നിലനിൽപ്പില്ല. കാരണം ഭരണഘടനാ വിരുദ്ധമാണ് 50% മുകളിൽ വരുന്ന ഏത് സംവരണമെന്ന് സുപ്രീം കോടതി നേരത്തെ തന്നെ വിധിച്ചിട്ടുണ്ട്. അപ്പം നിലവിൽ മറാഠ സമര പ്രക്ഷോഭകർ ഈ വിഷയം അവസാനിപ്പിച്ചിട്ടില്ല. അവരുടെ പ്രക്ഷോഭം ഇപ്പോഴും പല രൂപത്തിൽ തുടരുക തന്നെയാണ്. കുൻബി വിഭാഗത്തിൽപ്പെട്ട് OBC സംവരണമാക്കുന്നത് വരെ, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ കൃത്യമായിട്ട് അംഗീകരിക്കുന്നവരെ അവർ സമരം തുടരും. അപ്പം നിലവിൽ ഈ പ്രഖ്യാപനം, അല്ലെങ്കിൽ മറാഠകൾ മഹാരാഷ്ട്രയിലെ ഏറ്റവും ശക്തമായ ജനവിഭാഗമാണ്, ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ആൾക്കാരുള്ള ജനവിഭാഗമാണ് മറാഠകൾ. അപ്പോൾ അവരുടെ തൽക്കാലം അവരുടെ ഒരു ആവശ്യത്തിനോട് വളരെ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തു എന്ന് കാണിക്കാൻ സർക്കാരിനായി എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ എന്നാലും അവർ സംതൃപ്തരല്ല. കാരണം അവരുടെ യഥാർത്ഥ ആവശ്യങ്ങൾ ഇപ്പോഴും അംഗീകരിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് മാത്രമല്ല, NCPയുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട, ശിവസേനയുടെയൊക്കെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക് തന്നെയാണ് മറാഠകൾ എന്ന് പറയുന്ന വിഭാഗം. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ വോട്ട് ബാങ്കിൻ്റെ ശക്തി അവരെ എന്താ പറയുക, തെറ്റിദ്ധരിപ്പിക്കാതിരിക്കുക, അല്ലെങ്കിൽ അവരുടെ ശത്രുത പിടിച്ചു പറ്റാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്താൻ സർക്കാരിനായി എന്ന് മാത്രമേ നിലവിലെ സാഹചര്യത്തിൽ പറയാൻ പറ്റൂ. അല്ലാതെ ഈ നീക്കം ഒരു കാരണവശാലും മറാഠകളെ സമ്പൂർണ്ണമായി സംതൃപ്തിപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായിട്ട് വരുന്നതോ ആണെന്ന് പറയാൻ സാധിക്കില്ല. വളരെ നന്ദി CB സത്യൻ മഹാരാഷ്ട്ര വിശകലനത്തിന്. 2024 മഹാരാഷ്ട്രയുടെ വിധിയെഴുത്ത് ദേശീയ രാഷ്ട്രീയത്തിൽ നിർണായകമാണ്. കഴിഞ്ഞ 2 തവണ കിട്ടിയ മേൽക്കൈ നിലനിർത്തേണ്ടത് വൻ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്ന NDA സഖ്യത്തെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. എന്നാൽ കഴിഞ്ഞ തവണത്തെ പോലെ ശിവസേന പൂർണ്ണമായും NDAയ്ക്കൊപ്പമില്ല. സുശീൽ ഷിൻഡെ നയിക്കുന്ന വിഭാഗമാണ് ഇവരോടൊപ്പമുള്ളത്. ഉദ്ധവ് താക്കറെ വിഭാഗം കോൺഗ്രസിനൊപ്പവും. എന്നാൽ NCPയിൽ ഒരു പ്രധാന വിഭാഗം അജിത് പവാറിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ NDAയ്ക്കൊപ്പമുണ്ട്. അത് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഉദ്വേഗഭരിതമായ ഒരു തിരഞ്ഞെടുപ്പിനാണ് മഹാരാഷ്ട്ര സാക്ഷിയാകാൻ പോകുന്നത്. അതോടൊപ്പം ശരത് പവാറിന്റെയും ഉദ്ധവ് താക്കറെയുടെയും രാഷ്ട്രീയ ഭാവിയിലും ഈ തെരഞ്ഞെടുപ്പ് നിർണായക തീരുമാനമെടുക്കും. അവർ അതിജീവിക്കുകയാണെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിക്കും അത് തുണയാകും. വീണ്ടും മറ്റൊരു സംസ്ഥാനവുമായി കാണാം അടുത്തയാഴ്ച.